നമസ്കാരം, സിബു വൈഷ്ണവ്. വളരെ എഫക്റ്റീവായിട്ട് വളരെ സേഫായിട്ട് റിസൾട്ട് കിട്ടാനായിട്ട് നമുക്ക് ഒരുപാട് എക്സർസൈസ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. നമ്മൾ ഇന്ന് നോക്കുന്ന അതിൽ പ്രധാനപ്പെട്ട ഒരു 2 പ്രിൻസിപ്പിളാണ്. അതിൽ ഒന്നാണ് FITT പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, ഫ്രീക്വൻസി, ഇൻറ്റൻസിറ്റീവ്, ടൈം ആൻഡ് ടൈപ്പ്. ഇതാണ് FITT പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഈ എക്സർസൈസിനെ പറ്റിയും അല്ലെങ്കിൽ എക്സർസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ചേഞ്ചസ്, നമ്മുടെ മസിൽസിനുണ്ടാകുന്ന മാറ്റങ്ങൾ, ഇതൊക്കെ വളരെ എഫക്റ്റീവായിട്ട് കിട്ടാനായിട്ട് ഒരുപാട് റിസർച്ചുകൾ നടന്നിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ചില പ്രിൻസിപ്പിൾസൊക്കെ ഉണ്ടായിരിക്കുന്നത്. അതിൽ FITT പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമുക്ക് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാം. 2 പ്രിൻസിപ്പിൾസാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് FITT പ്രിൻസിപ്പിളും ഒന്ന് പ്രോഗ്രസീവ് ഓവർലോഡ് എന്ന പ്രിൻസിപ്പിളും. ഈ 2 പ്രിൻസിപ്പിൾ എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഫ്രീക്വൻസി, ഇൻറ്റൻസിറ്റീവ്, ടൈം ആൻഡ് ടൈപ്പ്. ഇതാണ് FITT പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഫ്രീക്വൻസി നമുക്കെല്ലാം അറിയാം. എത്ര ഫ്രീക്വൻസിയിൽ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും? ആഴ്ചയിൽ നമ്മൾ 2 ദിവസമോ, അല്ലെങ്കിൽ ആഴ്ചയിൽ 3 ദിവസമോ, അല്ലെങ്കിൽ ആഴ്ചയിൽ 5 ദിവസമോ, അല്ലെങ്കിൽ ആഴ്ചയിൽ 6 ദിവസമോ, ഒരാഴ്ചയിൽ എത്ര ഫ്രീക്വൻസിയിൽ വർക്കൗട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഫ്രീക്വൻസി. ഏതൊരു വർക്കൗട്ട് പ്രോഗ്രാം ആണെങ്കിലും നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു വർക്കൗട്ട് പ്ലാൻ ഉണ്ടായിരിക്കണം. ഞാനൊരു എക്സർസൈസ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് വ്യക്തമായിട്ടൊരു പ്ലാൻ, അടുത്ത ഒരു മാസത്തേക്ക് അല്ലെങ്കിൽ ഒരു 4 ആഴ്ചത്തേക്ക് എന്തൊക്കെ വർക്കൗട്ടുകൾ എങ്ങനെയൊക്കെ ചെയ്യണം, ഏതൊക്കെ ദിവസങ്ങൾ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പ്ലാൻ ഉണ്ടായിരിക്കണം. ആ പ്ലാനിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഫ്രീക്വൻസി, ഒരാഴ്ചയിൽ എത്ര ദിവസം എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഫ്രീക്വൻസിയെ പറ്റി വ്യക്തമായൊരു ധാരണ നമുക്കുണ്ടായിരിക്കണം. ദെൻ ഇൻറ്റൻസിറ്റി. എത്ര ഇൻറ്റൻസിറ്റിയിൽ, എത്ര ലോഡിൽ, അല്ലെങ്കിൽ എത്ര കിതയ്ക്കുന്ന രീതിയിൽ, എത്ര ഹാർഡായിട്ട്, ഹാർട്ട് ബീറ്റ് കൂടുന്നതനുസരിച്ച്, അല്ലെങ്കിൽ നമ്മുടെ റെസ്റ്റിംഗ് ഹാർട്ട് ബീറ്റ് കൂടുന്നതനുസരിച്ച് നമ്മുടെ ഇൻറ്റൻസിറ്റി എത്രത്തോളം കൂട്ടാം, എത്ര ഹാർഡായിട്ട് എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ സാധിക്കും, എത്ര ഹെവി ആയിട്ട് എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ സാധിക്കും തുടങ്ങിയാണ് നമുക്ക് ഇൻറ്റൻസിറ്റിയിൽ നമ്മൾ കണക്കാക്കാൻ പറ്റുന്നത്. ദെൻ T ഫോർ ടൈം. എത്ര ടൈം, അതിൻ്റെ ഡ്യൂറേഷൻ. ഞാൻ വർക്കൗട്ട് ചെയ്യുന്നത് 45 മിനിറ്റ്സ് ആണോ, അതോ 30 മിനിറ്റ്സ് ആണോ, അതോ ഒരു ദിവസം 1 അവർ ഞാൻ വർക്കൗട്ട് ചെയ്യുന്നുണ്ടോ? അതാണ് ടൈം. എത്ര ഡ്യൂറേഷനിൽ എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ദ ലാസ്റ്റ് T ഫോർ ടൈപ്പ്. ഏത് ടൈപ്പ് വർക്കൗട്ട്സാണ് ചെയ്യുന്നത്? നമ്മുടെ ഫിറ്റ്നസ് ഗോളിൻ്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഏത് ടൈപ്പ് വർക്കൗട്ട്സാണ് ചെയ്യുന്നത് തീരുമാനിക്കുന്നത്. നമ്മുടെ ഫിറ്റ്നസ് ഗോൾ എന്ന് പറഞ്ഞാൽ കാർഡിയാക് എൻഡ്യൂറൻസ് കൂട്ടുക എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ തിരഞ്ഞെടുക്കുന്ന ടൈപ്പ് എന്ന് പറഞ്ഞാൽ കാർഡിയാക് വർക്കൗട്ട്സിലായിരിക്കും. ചിലപ്പോൾ അത് ജോഗിങ് ആയിരിക്കും, സൈക്ലിംഗ് ആയിരിക്കും, സ്വിമ്മിങ് ആയിരിക്കും, അല്ലെങ്കിൽ ജസ്റ്റ് വാക്കിംഗ് ആയിരിക്കും, ബ്രിസ്ക് വാക്കിംഗ് ആയിരിക്കും. അങ്ങനെ ഏത് ടൈപ്പ്. എനിക്ക് റെസിസ്റ്റൻസ് ട്രെയിനിങ് ആണ് വേണ്ടത്, എനിക്ക് മസിൽ മാസ് കൂടണം, മസിൽ സ്ട്രെങ്ത് കൂടണം എന്നുള്ള ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ റെസിസ്റ്റൻസ് ട്രെയിനിങ് ആയിരിക്കും ഓപ്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ രീതിയിലായിരിക്കും. നമ്മുടെ ഫിറ്റ്നസ് ഗോൾ എന്താണോ അതിനനുസരിച്ചായിരിക്കും നമ്മൾ ഏത് ടൈപ്പ് വർക്കൗട്ട്സ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. അതാണ് FITT പ്രിൻസിപ്പിൾ. ഫ്രീക്വൻസി, ഇൻറ്റൻസിറ്റി, ടൈം ആൻഡ് ടൈപ്പ്. ഇത് കറക്റ്റാണോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക. FITT പ്രിൻസിപ്പിളിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും കറക്റ്റാണോ, അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു FITT പ്രിൻസിപ്പിൾ നിങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. അടുത്ത മെത്തേഡാണ് പ്രോഗ്രസീവ് ഓവർലോഡ് എന്ന് പറയുന്നത്. പ്രോഗ്രസീവ് ഓവർലോഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ, ശരിക്കും ഒരു മസിൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ മസിൽ മാസ് നമുക്ക് കൂടണമെന്നുണ്ടെങ്കിൽ ആ മസിലിന് കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്ട്രെസ് കൊടുക്കണം. പ്രോഗ്രസീവായിട്ടുള്ള ഓവർലോഡ് ഉണ്ടെങ്കിൽ മാത്രമേ മസിൽ സ്ട്രെങ്ത് ഉണ്ടാകത്തുള്ളൂ, മസിൽ മാസ് ഉണ്ടാകത്തുള്ളൂ, മസിൽ വോളിയം ഉണ്ടാകത്തുള്ളൂ. നമ്മുടെ മസിൽസിന് ഉള്ള ഏറ്റവും വലിയൊരു ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജ് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് തന്നെ പറയാം, മസിലിനൊരു അഡാപ്റ്റബിലിറ്റി ഉണ്ട്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നാളായിട്ട് നമ്മൾ ഒരേ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ മസിൽ അതങ്ങ് അഡാപ്റ്റ് ചെയ്യും. പിന്നെ മസിലിന് ചേഞ്ച് ഒന്നും സംഭവിക്കില്ല. നമുക്കറിയാം മസിൽ ഗ്രോ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു മസിൽ ഗ്രോത്ത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സ്ട്രെസ്സ്, മസിലിന് ഓവറായിട്ടുള്ള ഒരു സ്ട്രെയിൻ കൊടുക്കുമ്പം മസിൽ സെൽസുകൾക്ക് ഡാമേജ് ഉണ്ടാവുന്നു. ഡാമേജിന് ശേഷം അതിനൊരു റെസ്റ്റിംഗ് പീരീഡിൽ കറക്റ്റായിട്ടുള്ള ന്യൂട്രീഷനും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ ആ മസിൽ സെൽസ് ആ ഡാമേജ് മാറുകയും ആ മസിൽ സെൽസ് ഗ്രോ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഈ അഡാപ്റ്റബിലിറ്റി ഉള്ളത് കൊണ്ട് നമുക്ക് സ്ട്രെസ്സ് കൂട്ടിക്കൊണ്ടിരിക്കണം. പ്രോഗ്രസീവ് ഓവർലോഡ് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഫോം കറക്റ്റാണെന്ന് ഒന്ന് ശ്രദ്ധിക്കുക. ഏത് വർക്കൗട്ട് ചെയ്താലും കറക്റ്റ് ഫോമിൽ ചെയ്യുക. ഇപ്പോൾ സപ്പോസ് ഞാൻ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ ബൈസെപ്സ് കേൾ ചെയ്യുകയാണ്. ബൈസെപ്സ് കേളിൽ നിന്ന് നിൽക്കുമ്പോൾ നിങ്ങളുടെ ഷോൾഡർ ഫ്ലെക്ഷനോ അല്ലെങ്കിൽ നിങ്ങളുടെ ടോർസോ ഫ്ലെക്ഷനോ ഒന്നുമില്ലാതെ
എൽബോ ഫ്ലെക്ഷൻ കൊണ്ട് മാത്രം, കൈമുട്ട് മടങ്ങുന്നതാണ് എൽബോ ഫ്ലെക്ഷൻ. ഈ എൽബോ ഫ്ലെക്ഷൻ കൊണ്ട് മാത്രം എത്ര കിലോ നിങ്ങൾക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നു. സപ്പോസ് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 5 കിലോ ആയിരിക്കും നിങ്ങൾക്ക് ഇപ്പം ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ആ പ്രോപ്പർ ഫോമിൽ ചെയ്യുകയാണെങ്കിൽ 5 കിലോ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും മതി. അല്ലാതെ നിങ്ങൾ ഷോൾഡറും അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡി ഫുൾ ട്വിസ്റ്റ് ചെയ്തിട്ട് അത് ഫുൾ നിങ്ങളിങ്ങനെ വേവ് ചെയ്തിട്ട് നിങ്ങൾ 15 കിലോ പൊക്കിയിട്ട് പ്രത്യേകിച്ച് റിസൾട്ടൊന്നുമില്ല. നിങ്ങളുടെ ബൈസെപ്സ് മസിലിന് ആ പ്രോഗ്രസീവ് ഓവർലോഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ ബൈസെപ്സ് മസിൽ എൽബോ ഫ്ലെക്ഷൻ കൊണ്ട് മാത്രം നിങ്ങൾക്ക് 5 കിലോ കൊണ്ട് നിങ്ങൾ 10 റെപ്പറ്റീഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കൂട്ടാൻ ശ്രമിക്കുക. 5 എന്നുള്ളത് 5.5 കിലോ ആക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ 6 കിലോ ആക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ 10 റെപ്പറ്റീഷൻ ചെയ്യുന്ന സാധനത്ത് നിങ്ങൾ 11 റെപ്പറ്റീഷൻ അല്ലെങ്കിൽ 12 റെപ്പറ്റീഷൻ ചെയ്യാൻ ശ്രമിക്കുക. കറക്റ്റ് ഫോമിൽ ആ മസിൽ ആക്ടിവേറ്റ് ചെയ്യുന്ന ലോഡ് കൂട്ടുകയോ അതിൻ്റെ റെപ്പറ്റീഷൻ കൂട്ടുകയോ ചെയ്യുക. നമുക്ക് പ്രോഗ്രസീവ് ഓവർലോഡ് കിട്ടണമെങ്കിൽ നമുക്ക് ലോഡ് കൂട്ടി നമുക്ക് പ്രോഗ്രസീവ് ഓവർലോഡ് ചെയ്യാൻ പറ്റും. ദെൻ നമ്മുടെ റെപ്പറ്റീഷനോ അല്ലെങ്കിൽ സെറ്റ്സോ കൂട്ടിയിട്ട് നമുക്ക് പ്രോഗ്രസീവ് ഓവർലോഡ് ചെയ്യാൻ പറ്റും. ദെൻ നമ്മുടെ ഇൻ ബിറ്റ്വീനുള്ള റെസ്റ്റിൻ്റെ ടൈം കുറച്ചുകൊണ്ട് നമുക്ക് പ്രോഗ്രസീവ് ഓവർലോഡ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പം ഒരു സെറ്റ് കഴിഞ്ഞിട്ട് അടുത്ത സെറ്റ് ചെയ്യാനായിട്ട് ചിലപ്പോൾ നമ്മൾ ഒരു 1 മിനിറ്റ് എടുക്കുമായിരിക്കും. അത് 30 സെക്കൻഡായി കുറയ്ക്കുക. അങ്ങനെ നമുക്ക് പ്രോഗ്രസീവ് ഓവർലോഡ് സാധ്യമാവും. ദെൻ നമ്മുടെ വർക്കൗട്ടിൻ്റെ ഫ്രീക്വൻസി കൂട്ടിക്കൊണ്ട്, ഫ്രീക്വൻസി മാറ്റിക്കൊണ്ട്, അല്ലെങ്കിൽ വർക്കൗട്ടിൻ്റെ വോളിയം കൂട്ടിക്കൊണ്ട്, വോളിയത്തിൽ ചേഞ്ച് ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് പ്രോഗ്രസീവ് ഓവർലോഡ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. എന്താണ് വർക്കൗട്ട് വോളിയം എന്ന് പറയുന്നത്? വർക്കൗട്ട് വോളിയം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വെയിറ്റ് അല്ലെങ്കിൽ നമ്മൾ ലിഫ്റ്റ് ചെയ്യുന്ന വെയിറ്റ് ഇൻറ്റു നമ്മുടെ റെപ്പറ്റീഷൻ ഇൻറ്റു നമ്പർ ഓഫ് സെറ്റ്സ്, ഇത്രയും കാര്യങ്ങൾ എൻ്റെ ഒരു എമൗണ്ട് കിട്ടും. അതാണ് നമ്മുടെ വർക്കൗട്ട് വോളിയം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ 5 കിലോ ഇട്ട് 10 റെപ്പറ്റീഷൻ ഞാൻ 3 സെറ്റ് ചെയ്യുന്ന വിചാരിക്കണം. അപ്പോൾ 5 ഇൻറ്റു 10 ഇൻറ്റു 3, അതായത് 150 ആണ് നമ്മുടെ വർക്കൗട്ട് വോളിയം എന്ന് പറയുന്നത്. ബൈസെപ്സിൻ്റെ എൻ്റെ വർക്കൗട്ട് വോളിയം 150 ആണ്. ഞാൻ ആഴ്ച 2 തവണ ബൈസെപ്സ് വർക്കൗട്ട് ചെയ്യുന്നെങ്കിൽ എൻ്റെ വർക്കൗട്ടിന് 150 ഇൻറ്റു 2, അതായത് 300 ആണ് ബൈസെപ്സിൻ്റെ വർക്കൗട്ട് വോളിയം. അങ്ങനെ ഓരോ മസിലിൻ്റെ വർക്കൗട്ട് വോളിയം കാൽക്കുലേറ്റ് ചെയ്യുക. ആ വോളിയം കൂട്ടുന്നതനുസരിച്ചും നിങ്ങൾക്ക് പ്രോഗ്രസീവ് ഓവർലോഡ് സാധ്യമാണ്. ഇങ്ങനെ വളരെ സയൻറ്റിഫിക്കായിട്ട്, വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട്, സിസ്റ്റമാറ്റിക്കായിട്ട്, കറക്റ്റ് ഫോം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ച് FITT പ്രിൻസിപ്പിൾസും പ്രോഗ്രസീവ് ഓവർലോഡും ഒക്കെ അപ്ലൈ ചെയ്തുകൊണ്ട് നല്ല രീതിയിലുള്ളൊരു മസിൽ ഗ്രോത്ത് നിങ്ങൾക്ക്, മസിൽ ഗ്രോത്തിനൊപ്പം നല്ല മസിൽ സ്ട്രെങ്തും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നമ്മുടെ ഈ ഫിറ്റ്നസ് റിലേറ്റഡ് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും എല്ലാം നിങ്ങളിത് ഷെയർ ചെയ്യുക. താങ്ക് യു.